ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ HIV പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ HIV പടർന്ന പുതിയ രീതിയും കൂടി കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ നാട്ടിൽ പോയപ്പോൾ നമ്മുടെ കൂട്ടുകാരനുണ്ട്, അവിടെ ആംബുലൻസിൽ നഴ്സാണ്. അപ്പോൾ അവനുണ്ടായ എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. അവനൊരു പയ്യൻ്റെ ഒരു കോൾ വന്നു, എമർജൻസി ആയിട്ട് വയ്യാണ്ടായിട്ടുള്ള ഒരു കോൾ വന്നു. അങ്ങനെ അവനെ പോയി ആംബുലൻസ് പിക്ക് ചെയ്തു. അങ്ങനെ അവനോട് കാര്യം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു സംഭവമാണ് ബ്ലൂടൂത്തിങ് എന്ന് പറയുന്ന ഒരു ഇല്ലീഗൽ ഡ്രഗ് പ്രാക്ടീസിന്റെ ഒരു സംഭവമാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഉള്ള എല്ലാവരെയും ഇത്ര പേർക്ക് MDMA ഹെറോയിനൊക്കെ വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പൈസ ഉള്ളവൻ ഈ മരുന്ന് വാങ്ങിച്ചിട്ട് ഇപ്പോൾ 10,000 രൂപ മുടക്കി ഒരു മരുന്ന് 10,000-20,000 മുടക്കിയ മരുന്ന് വാങ്ങിച്ചിട്ട് അവൻ്റെ സ്വന്തം രക്തത്തിൽ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൽ അവൻ കുത്താണ്. അത് കഴിഞ്ഞിട്ട് അവനൊരു കിക്കായി കഴിയുമ്പോൾ ഇവന്റെ ബ്ലഡ് എടുത്തിട്ട് ഇവന്റെ ഫ്രണ്ട്സിന് കൊടുക്കാണ്. അപ്പോൾ അവരും ചിലപ്പോൾ 2,000, 3,000, 4,000 ഒക്കെ ആയിരിക്കുമ്പോൾ വാങ്ങിച്ചിട്ട് ഇവന്റെ ബ്ലഡ് തന്നെ ഇവൻ കൊടുക്കണം പൈസക്ക്. എന്നിട്ട് അത് അവര് വാങ്ങിച്ച് കുത്താണ്. അപ്പൊ ഇവന് കിക്കായ ശേഷമാണ് ഇവന്റെ രക്തം എടുത്തിട്ട് മറ്റൊരാളുടെ ശരീരത്തിൽ അവർ കുത്തണേ. മനസ്സിലായോ? അപ്പോൾ യാതൊരു ടെസ്റ്റും കൂടാണ്ടാണ് ഈ സംഭവം ഡയറക്റ്റ് എടുത്തിട്ട് അപ്പൊ തന്നെ കുത്തണേ. അപ്പൊ അവർക്കും ഒരു ചെറിയ കിക്ക്, ഇവന്റെ അത്ര കിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു കിക്ക് അവർക്കും കിട്ടുന്നതാണ് പറയണം. അപ്പൊ ഇതിനെ പറയുന്നതാണ് ബ്ലൂടൂത്തിങ് അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ടിംഗ് എന്നൊക്കെയാണ് ഇതിനെ പറയുന്ന പേര്. നമ്മൾക്ക് ഇതുവരെ കേട്ടിട്ടില്ല. എനിക്കൊരു പുതിയ അറിവായിരുന്നു. അതുപോലെ എന്നെ പോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരുപാട് പാരന്റ്സ് ഇപ്പോഴും നാട്ടിലുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഞെട്ടണത് ഇങ്ങനെയും സംഭവങ്ങൾ ചെയ്യണ്ടോന്ന്. നമ്മൾ സെയിം സിറിഞ്ച് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തണ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ബ്ലഡ് എടുത്ത് മറ്റൊരാളുടെ ശരീരത്തിൽ മറ്റൊരാളുടെ ബ്ലഡ് സ്വയമായിട്ട് കുത്തിവെക്കണം, അത്രയും പോകുന്ന രീതിയിലേക്ക് ഈ സംഭവങ്ങൾ എത്തി എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു HIV ടെസ്റ്റ് നിർബന്ധമാക്കാം. കല്യാണത്തിന് മുമ്പ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം HIV ടെസ്റ്റാണ്. അല്ലാണ്ട് പൊരുത്തം നോക്കലും കാര്യങ്ങളൊക്കെ രണ്ടാമത് പറഞ്ഞ കാര്യങ്ങളാണ്. നിർബന്ധമായിട്ട് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ HIV ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് യാതൊരു അസുഖങ്ങളില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയൊരാൾ വരുമ്പോൾ ആ ആൾക്ക് നമ്മളായിട്ട് ആളുടെ ജീവിതം നശിപ്പിക്കരുതെന്നൊരു ചിന്ത ഉണ്ടാവുക. നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോ, നിങ്ങൾ എൻജോയ് ചെയ്തോ, നിങ്ങൾ ഡ്രഗ് കുത്തിവെക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ ഒന്നും അറിയാത്തൊരു പുതിയൊരാളെയും കൂടി നമ്മൾ നശിപ്പിക്കരുത് നമ്മുടെ ഇതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് പരമാവധി എല്ലാവരും ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുക. പരമാവധി പല മാതാപിതാക്കൾക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇങ്ങനെ സംഭവങ്ങളുണ്ട്. എല്ലാവരും ചെയ്യുന്നത് എൻ്റെ മോൻ ഒന്നും ചെയ്യില്ല, എൻ്റെ മോൾ ഒന്നും ചെയ്യില്ല, മറ്റുള്ളവരാണ്, എൻ്റെ മക്കൾ അങ്ങനെയല്ല എന്നാണ്. അങ്ങനെയല്ല, കാലൊക്കെ മാറി. നമ്മൾ നമ്മുടെ മക്കളെയും ശ്രദ്ധിക്കേണ്ട സമയം അതിക്രമിച്ചു.